ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഈ എല്ലാവരുടെ ഒരു വലിയ പ്രോബ്ലമാണ് ഇത്, ശർക്കര പുരട്ടുന്ന കാര്യം. വറക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഈ പ്രാവശ്യം ഞാൻ വറക്കുന്നില്ല, നേരത്തെ കാണിച്ചിട്ടുണ്ട് വറുത്ത് പിറ്റേന്ന് ശർക്കര പുരട്ടുന്നത്. ഈ ഉപ്പേരി നന്നാ തണുത്തിട്ട് മാത്രമേ ശർക്കര പുരട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് വറുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയൽ നാളെ അത് ശർക്കര പുരട്ടുന്നതാണ്. ഇതിപ്പോൾ ഇന്നലെ വറുത്തതാണ്. ഇതൊരു 350, 370, 400 ഇടയിൽ ഒരു കൺമതി അത്രയും ഉപ്പേരി കാണും. അതായത് 1 കിലോ ഉപ്പേരി ഉണ്ടെങ്കിൽ അതിന് വേണ്ടത് 3/4 കിലോ ശർക്കരയാണ്. വറുത്തുപ്പേരി 1 കിലോ ഉണ്ടെങ്കിൽ ശർക്കര പുരട്ടാൻ വേണ്ടി എടുക്കേണ്ട ശർക്കര 3/4 കിലോ, 1/4. അത് ഒന്ന് ഓർത്തിരുന്നാൽ, ഇപ്പോൾ 1/2 കിലോയാണെങ്കിൽ 3/4ൻ്റെ പകുതി ശർക്കര മതി. 350, 380 ഗ്രാം ശർക്കരയോളം മതി. ശർക്കര പുരട്ടാൻ പോവുകയാണ്. പലർക്കും വലിയ ബുദ്ധിമുട്ടായി ഈ ഒരു ഭാഗം. അതുകൊണ്ട് അത് ഒന്നുകൂടെ കാണിക്കണേ എന്ന് എന്നോട് പലരും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാനിത് നേരത്തെ ഉപ്പേരി വറുത്ത് ശർക്കര പുരട്ടുന്നത് ഇട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉപ്പേരി വറക്കുന്നത് കാണിക്കുന്നില്ല. ഉപ്പേരി കാണിച്ചിട്ട് ഇത് ഇങ്ങനെയൊന്നും മേടിക്കാൻ കിട്ടില്ല, നമ്മൾ തന്നെ വറക്കുന്നതാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 320, 330, 340 ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരിച്ച് ഈ ഉരുളിയിലോട്ട് ഒഴിക്കും. നല്ല പരന്ന പാത്രമാണ് ശർക്കര പുരട്ടാൻ നല്ലത്, കാരണം ഇളക്കൽ നന്നായിട്ട് വരും ഇതിന്. അപ്പോൾ ഈ ഉരുളിയിലാണ് എപ്പോഴും ചെയ്യുന്നത്, ഇളക്കുന്നത് ഈ വെയിറ്റുള്ള ചട്ടുകം കൊണ്ടുപോവാം. ഞാനിത് അരിക്കട്ടെ, പതുക്കെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഒന്നുമേ ഇല്ല, ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം ശർക്കര ഉരുകിയിട്ടില്ല. അതെന്തിനാണ് വെറുതെ കളയുന്നത്? ഇത് ഉണ്ടോ, ഇതും ശർക്കര തന്നെ, ഒന്നുമില്ല. മുകളിലോട്ട് നല്ലോണം കൊമള വരുന്നുണ്ട്, കൊമള വന്ന് പൊട്ടുന്നുമുണ്ട്. ശരിയായ പാകത്തിൽ കൊമള വന്നിട്ട് ആ കുഴിഞ്ഞ് ഇതിനകത്തോട്ട് തന്നെ ഇരിക്കും. അതാണ് ഒന്നാമത്തെ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ഒരു വ്യത്യാസം. ഇപ്പോൾ പൊട്ടുകയാണ്, അതുകൊണ്ട് ഒന്നും ആയിട്ടില്ല. ഇനി ഞാൻ പതുക്കെ തീ താത്തും. തീ മിനിമേ ഇടുകയുള്ളൂ. എന്നുവെച്ചാൽ നമുക്കൊരു കൈത്തെറ്റ് പോലും വരാൻ പാടില്ല. ഇനി ഇതിന് ആദ്യം നമ്മൾ ഉരുകി തിളച്ചിങ്ങനെ വരുമ്പോൾ ഒരു ഒട്ടുന്ന ഭാഗമുണ്ട്. അത് നമുക്ക് അരിയുണ്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ നല്ലോണം ഒട്ടുന്ന ഭാഗം മതി. അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ നൂലിങ്ങനെ വിട്ട് നൂല് വരുന്ന ഒരു ഭാഗമുണ്ട്. അതും നമുക്ക് ബാദുഷയ്ക്കൊക്കെ വേണ്ട ഭാഗമാണ്. അതും കഴിഞ്ഞിട്ട് പെട്ടെന്ന് നൂല് വന്നിട്ട് പൊട്ടിപ്പോകുന്ന ഇങ്ങനെ ഒട്ടിച്ചിട്ട് അകത്തിയാൽ പൊട്ടിപ്പോകുന്ന ആ നൂല് വരും, പക്ഷെ പെട്ടെന്ന് അത് പൊട്ടും. ആ പാകവും കഴിഞ്ഞ് ആ നൂലത്ത് പടി നിൽക്കണം. അതാണ് കമ്പിപ്പാകം. പിന്നെയും ഒട്ടിയിട്ട് നൂല് വരണം, നൂല് അവിടെ നിൽക്കണം. അതാണ് 2 നൂൽപ്പാകം എന്ന് പറയുന്നത്. ഇപ്പോഴും ആയിട്ടില്ല, കണ്ടോ. ഞാൻ തീ താത്തിയായിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഒരിക്കലും പരിചയമില്ലാതെ ആദ്യം ഉണ്ടാക്കുമ്പോൾ തീ കൂട്ടരുത്. തന്നെയല്ല, നല്ലപോലെ ഒന്ന് പഠിച്ചാൽ അതൊരു വർത്താണ് നമുക്ക് ഈ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്ന കാര്യം. ഇപ്പോഴത്തെ പിള്ളേർ അത്രയൊന്നും മെനക്കെടുകയില്ലെങ്കിലും പ്രായമായവർ എന്തായാലും ഇത് പഠിച്ചിരിക്കണം, അറിയാൻ മേലാത്തവർ. നമുക്കേ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ഇടാം. പഞ്ചസാര ഇടുമ്പോൾ പഞ്ചസാര ഒരു കാരമലൈസ് ചെയ്യുന്ന പോലെ വന്നിട്ട് ആ കളറ് കുറച്ചും കൂടി നല്ലതായിരിക്കും. നിർബന്ധമില്ല പഞ്ചസാര ഇടണമെന്ന്, പക്ഷേ പഞ്ചസാരയും ഇടാം വേണമെങ്കിൽ. പിന്നെ വേറൊരു ടെസ്റ്റ് കണ്ടോ, ഇപ്പം ഈ തവി ഇങ്ങനെ ഒടിച്ചു പോകുമ്പം അടിയിലത്തെ ഉരുളി കാണാം. ആദ്യം കാണാം ഈ ഭാഗത്തെ ആ തവി പോയ പാട് കാണാം. ഇത് ആദ്യം നമ്മൾ വയ്ക്കുമ്പോൾ ആ പാട് കാണാൻ മേല, വെള്ളമായിരിക്കും മുഴുവൻ. ഇപ്പോൾ പാടൊക്കെ വന്നു തുടങ്ങി. വഴി തെളിയുക എന്നാണ് അതിന് പറയുന്നത്.
ആയിട്ടില്ല. കണ്ടോ, നൂല് വരുന്നില്ലല്ലോ. കുറച്ചും കൂടി ആകണം. കുറേശ്ശെ താഴോട്ടിരിക്കുന്ന കണ്ടോ, നോക്കൂ ഇതിനകത്തോട്ട്. ഈ വരുന്ന കുമള പതുക്കെ താഴോട്ട് പോകുക. നല്ലവണ്ണം ഉരുളിയുടെ വഴി, ഈ ചട്ടുകം പോയ വഴി കുറച്ചൊക്കെ കാണാം. കണ്ടോ, ഒരു തരിയുടെ ആയാൽ മതി. നൂല് വന്ന കണ്ടോ, പിന്നെയും നൂല് വരുന്നു. ഈ പാകത്തിൽ നമ്മളെടുത്ത് വെള്ളത്തിലോട്ടൊഴിച്ചാൽ ഇത് പതുക്കെ ഉരുണ്ട് വരണം. ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, കലങ്ങി പോണില്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കൂ, താഴോട്ടിരിക്കുന്ന കണ്ടോ. ഈ ചട്ടുകം പോയ വഴികളൊക്കെ നമുക്ക് ഉരുളിയുടെ കാണാം. നൂല് വരുന്നില്ല, കഷ്ടിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. ആ നൂല് വന്നങ്ങനെ വീശി അവിടെ നിൽക്കും. ഉണ്ടോ, ആയി തുടങ്ങി. ഇനി വേണേൽ നമുക്ക് ഇടാം. കണ്ടോ, കൂടി പിടിച്ചു. ഇപ്പം കറക്റ്റ് പാകമാണ്. ഞാനൊന്ന് ഓഫാക്കട്ടെ. ഇനിയൊന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഉപ്പേരിയുടെ ക്രിസ്പിനെസ്, ആ കടിച്ചാൽ പൊട്ടുന്ന ആ സ്വഭാവം പോകരുത്. ചൂട് ശകലമൊന്ന് താഴണം. കറക്റ്റ് പാകമായിരിക്കണം. കുറച്ചൊന്ന് നല്ലപോലെ കാണാം. ഇപ്പം അടുപ്പേത് മാറ്റി വെച്ചാലും നല്ലതാണ്. ഇനി നമുക്ക് ഇടാം. ഇനി ഉടനെ ഇളക്കുക. നൂല് വരുന്ന കണ്ടോ, ഉപ്പേരിയുടെ ഇടയിൽ കൂടെയൊക്കെ നൂല് വലിയുന്ന പോലെ. ഇനി കുറച്ച് ഇളക്കുണ്ട് കേട്ടോ. തന്നെത്താൻ ഓരോ ഉപ്പേരിയും വിട്ട് വരും. അതാണ് അതിൻ്റെ പാകം. ഇനി ചില പൊടികളൊക്കെ ഇടാനുണ്ട്. ഇത് ചുക്കും ജീരകവും മാത്രം പൊടിച്ച പൊടിയാണ്. ഇതാണ് വിതറുന്നത്. അത് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഇപ്പോൾ ഉപ്പേരിയിൽ നിന്ന് നല്ലവണ്ണം നല്ല ഉപ്പേരി മണം വരും. ഇതാ പഞ്ചസാര ഇട്ടു. ഈ പഞ്ചസാര എന്തിനാണെന്ന് ചോദിക്കുക, ഇതിനൊരു ഷോ വരാനാണ്. അതായത് ഈ പഞ്ചസാര കുഞ്ഞി കൊമള പോലെ നിന്നിട്ട് അതേലും ഈ ശർക്കരയെല്ലാം പിടിച്ച് നല്ല ഭംഗിയായിട്ട് വരാനാണ് ശർക്കരയുടെ കൂടെ പഞ്ചസാരയും കൂടെ ഇപ്പം ചേർക്കുന്നത്. അവസാനത്തെ ഇളക്ക് ഭാഗത്താണ് അത് ചേർക്കേണ്ടത്. പണ്ടൊക്കെ ആ വലിയ ഉരുളിയിലുണ്ടാക്കി ഞാൻ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നത്. ഇത് ഇപ്പോൾ കണ്ടോ, തന്നെത്താനെ വിട്ട് വരുന്നത്. ആദ്യം കട്ടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉപ്പേരിയെല്ലാം ഒന്നിനൊന്ന് തൊടാതെ ഒറ്റയ്ക്ക് വേർപെട്ട് വന്നിരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ട്രിക്കാണ്. ഇതൊരു മാജിക്കാണ്. നമ്മളിപ്പം നിങ്ങൾ എടുത്തിട്ട് ഈ ശർക്കരയുടെ പാകം കൂടുതലായി പോയെന്നിരിക്കട്ടെ, അതായത് ഈ രണ്ട് നൂലും കഴിഞ്ഞ് കമ്പിപ്പാകവും കടന്നു പോയാൽ ഈ ഉരുളി ഇടിച്ചു പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഉപ്പേരി കിട്ടില്ല. വെറുതെ വെള്ളത്തിലിട്ട് ഉരുളി തിരിച്ചെടുക്കാവുന്ന മാത്രം, ഒന്നും തിന്നാൻ പറ്റില്ല. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കണം. അത് ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു പ്രയാസവും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ തീ കെടുത്തിയിട്ട് വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം ഒരു 3-4 മിനിറ്റ് അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് മാത്രമേ ഉപ്പേരി ഇടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ, ഉപ്പേരി ഇട്ടൊക്കെ കഴിഞ്ഞ് ഇളക്കി വരുമ്പം ഒരു ചെറിയ ചളിയളിപ്പ് വരും ഉള്ളിൽ അകത്ത്. നമ്മൾ നല്ല ക്രിസ്പായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്.
ക്രിസ്പ്നെസ് നിലനിർത്താനാണ് ഈ വാങ്ങി വെച്ചിട്ടാണ് സാധാരണ ഞാൻ എപ്പോഴും ഇടാറ്. ഇന്നിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചാണ് വാങ്ങി വയ്ക്കാത്തത്. അപ്പോൾ തീയില്ലാതെ 3-4 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് പതുക്കെ ഉപ്പേരി ഇട്ടാൽ മതി. ധൃതി പിടിക്കണ്ട ഒരിടത്തും. ഇത് തന്നെത്താനെ വിട്ടുവരുന്നത് നിങ്ങൾ കണ്ടു. തീർച്ചയായിട്ടും നമുക്കൊരു ശരിക്കും ഒരു വലിയ നോളജാണ് ഒരു ശർക്കര ഉപ്പേരി കൃത്യമായിട്ടുണ്ടാക്കിയെടുക്കാൻ അവനവന് സാധിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കുറേശ്ശെ ട്രൈ ചെയ്ത് ഇത് പഠിച്ചിട്ട് ഒന്ന് ഉണ്ടാക്കാൻ പഠിക്കുക. ഇതൊരു ഹൈലി എക്സോട്ടിക് ഐറ്റമാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുമല്ലോ, പാകം കൃത്യമായിരിക്കുമല്ലോ, നൂലൊക്കെ നോക്കുമല്ലോ. നന്ദി, നമസ്കാരം.